നിങ്ങളുടെ കുട്ടികൾക്ക്, അത് ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, ഉയരക്കുറവിന് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോണൽ കോസ് അല്ലെങ്കിൽ ഹോർമോണൽ കാരണമാണ് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി. എന്തൊക്കെയാണ് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി നിങ്ങളുടെ കുട്ടികൾക്കുണ്ടോ എന്ന് സംശയിപ്പിക്കാനായിട്ടുള്ള കാരണം? നിങ്ങൾ എക്സ്റേ ബോൺ ഏജ് നോക്കുന്ന സമയത്ത് ഡിലേഡ് ആയിട്ടുള്ള ബോൺ ഏജ്, നിങ്ങളുടെ കുട്ടിയുടെ ബോൺ ഏജ് കുറേ പിറകോട്ടാണ്, അവരുടെ യഥാർത്ഥ പ്രായത്തിൽ നിന്നും പിറകോട്ടാണ് പോകുന്നത്. അവരുടെ ഹൈറ്റ് സാധാരണയുള്ള കുട്ടികളിൽ നിന്ന് വളരെ താഴെയാണ്, ഒരു -3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്കോറിനും താഴെയാണ്, അത്രത്തോളം താഴേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം അവർക്ക് ഹൈറ്റ് ഫാൾട്ടറിങ് വരുന്നുണ്ട്. ഇനീഷ്യലി നല്ല ഹൈറ്റുള്ള കുട്ടികൾ പെട്ടെന്ന് ഹൈറ്റ് കുറഞ്ഞതായി പോകുന്ന, അല്ലെങ്കിൽ അവരുടെ ഗ്രോത്ത് കുറഞ്ഞു വരുന്നതായിട്ട് തോന്നുക, അപ്പം ഗ്രോത്ത് ചാർട്ടുകളിലൊക്കെയാണ് ഒരു ലൈൻ താഴേക്ക് പോരുന്നതായിട്ട് തോന്നുക. ഇത്തരം ചേഞ്ചുകളുണ്ട്. പിന്നെ കുട്ടികൾക്ക് ചെറുപ്പകാലത്തിൽ ബ്രീച്ച് ഡെലിവറി, കുട്ടി സാധാരണ അല്ലാത്ത രീതിയിലുള്ള ഡെലിവറികൾ ആയിട്ട് വരിക, എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാവുക. പിന്നെ ന്യൂനേറ്റൽ ജോണ്ടിസ് എന്ന് പറയും, ജനിച്ച ഉടനെ തന്നെ മഞ്ഞയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ, അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. പിന്നെ മിഡ് ലൈൻ ഡിഫക്റ്റുകൾ, ഇപ്പം കുട്ടിക്ക് സിംഗിൾ ഇൻസിസറൊക്കെ, അതായത് നമ്മുടെ മുന്നിലെ പല്ല് ഒരു പല്ല് മാത്രമായിട്ട് വരിക, ബൈഫിഡ് യൂവിള എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണാക്ക് രണ്ട് രീതിയിലൊക്കെ ആയിട്ട് രണ്ടെണ്ണമായിട്ട് വരിക, അത്തരം ചേഞ്ചുകൾ. ഈ രീതിയിലൊക്കെ വരുന്ന കുട്ടികൾക്ക്, മിഡ് ലൈൻ ഡിഫക്റ്റുകൾ ഉള്ളവർക്ക് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. ഇതൊക്കെയാണ് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസിയുടെ ക്ലിനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഷോർട്ടായിട്ടുള്ള ഒരു ചൈൽഡിൽ. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് അവർക്ക് അതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റായ IGF-1 അതോടൊപ്പം ഗ്രോത്ത് ഹോർമോൺ സ്റ്റിമുലേഷൻ ടെസ്റ്റും ചെയ്തിട്ട് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. ബോൺസ് ഫ്യൂസ് ചെയ്യുന്നതിന് ഗ്രോത്ത് ഹോർമോൺ എടുക്കുക, എങ്കിൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ ഹൈറ്റ് കൂടുകയുള്ളൂ. താങ്ക് യു. Stay healthy. Follow for more.